ഈ ഒരു ഹാർട്ട് അറ്റാക്കിന്റെ കേസൊക്കെ പ്രായമായിട്ടുള്ള ആളുകളേക്കാൾ കൂടുതൽ ചെറുപ്പക്കാരിലാണ് കൂടുതലും കണ്ടുവരുന്നത് അല്ലേ? നമ്മുടെ ഈ ഒരു 5 വർഷത്തെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 50% ആളുകൾക്കാണ്, ഈവൻ 40 വയസ്സിന് താഴെയുള്ള ആളുകൾക്കാണ് കൂടുതലും ഹാർട്ട് അറ്റാക്കിന്റെ കേസൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെയും കുറെ ആളുകൾക്കുള്ള ഒരു ഡൗട്ട് ഉണ്ട്. സ്ത്രീകൾക്ക് ഈ ഒരു കാര്യം വളരെ കുറവായിരിക്കും വരും, പുരുഷന്മാർക്കാണ് കൂടുതലും ഉണ്ടാകുക എന്നുള്ളൊരു കാര്യം. അതും ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു 5-10 വർഷത്തെ നമ്മളൊരു ഡാറ്റ നോക്കുകയാണെങ്കിൽ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളിൽ വരെ ഹാർട്ട് അറ്റാക്കിന്റെ കേസ് റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാനിവിടെ ഒരു ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഈ ഒരു ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 വർഷം മുന്നേ തന്നെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഫ്യൂച്ചറിൽ വരുമോ അതോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്നും പോകണം നിർബന്ധമൊന്നുമില്ല. വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. നമ്മളെല്ലാവരും ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത്, ബ്ലഡ് റിപ്പോർട്ട് ഒക്കെ നോക്കുന്ന സമയത്ത് കൊളസ്ട്രോൾ നമ്മൾ നോക്കും. കൊളസ്ട്രോൾ നോക്കുന്ന സമയത്ത് അത് നോർമൽ ആണെങ്കിൽ നമ്മൾ സേഫ് ആണെന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ഇതിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട് കേട്ടോ, അതാണ് പ്ലാക്ക്. ഈ ഒരു പ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ രക്തക്കുഴലുകൾ ഉണ്ടല്ലോ, നമ്മുടെ ഹാർട്ടിലത്തെ രക്തക്കുഴലുകളിൽ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലാകുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മുടെ രക്തക്കുഴലിൽ പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ പതുക്കെ പതുക്കെ അത് കൂടിയിട്ട് കട്ടിയായിട്ട് കാൽസിഫിക്കേഷൻ പോലെയുള്ള കാര്യങ്ങളും ഫ്യൂച്ചറിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങളിലേക്കും അതുപോലെ തന്നെ ബ്രെയിനിലേക്ക് പോയിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് പോയിട്ട് ബ്രെയിൻ സ്ട്രോക്ക് പോലെയുള്ള കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാനിവിടെ ഈ പറഞ്ഞു തരാൻ പോകുന്ന ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇത് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഒരു ചെറിയൊരു സിഗ്നൽ നമുക്ക് കിട്ടും, നമ്മുടെ ഹാർട്ട് നോർമൽ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴേ ചെയ്യാനായിട്ട് പറ്റും. അതായത് ECG പോലെയുള്ള കാര്യങ്ങൾ, 2D എക്കോ പോലെയുള്ള കാര്യങ്ങൾ, വാസായിട്ടുള്ള നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഈ പറയുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ടെസ്റ്റ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഈ ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ ABI എന്ന് വിളിക്കുന്നത്, ആങ്കിൾ ബ്രേക്കിയൽ ഇൻഡെക്സ്. അപ്പൊ ഈ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഡിജിറ്റൽ BP മെഷീൻ. ഇത് മാത്രം നമുക്ക് മതി, വേറെ വലിയ കാര്യമായിട്ടുള്ളതൊന്നും വേണ്ട. അപ്പോൾ ഇതിൽ നമ്മൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വാങ്ങാനായിട്ട് കിട്ടും. ഓൺലൈനിലൊക്കെ വളരെ ഈസിയാണ്. ഇപ്പൊ BP ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ, ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ഉണ്ടാകുന്നത് വളരെയധികം നല്ലതായിരിക്കും കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് നമുക്ക് വേണം. പിന്നെ ഒരു പേനയും പേപ്പറാണ് നമുക്ക് വേണ്ടത്. ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും നിങ്ങൾ കുറെ നേരം നടന്ന് കുറെ നേരം ഓടി ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ ഒരിക്കലും ഈ ഒരു ടെസ്റ്റ് ചെയ്യരുത്. ഇത് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ബോഡി വളരെയധികം റിലാക്സ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ ചെയ്യുന്നതിന് മുന്നേ ബെഡിൽ നിവർന്ന് കിടക്കാനായിട്ട് കൂടി നോക്കുക. ഒരിക്കലും നിങ്ങൾ തന്നെ ചെയ്യരുത്, വേറൊരാളോട് നിങ്ങൾ ചെയ്തു തരാനായിട്ട് പറയുക, ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യരുത്. അപ്പൊ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ വലത്തെ കയ്യിൽ നമ്മുടെ BP നോക്കുക. എല്ലാവർക്കും അറിയാം എനിക്ക് തോന്നുന്നു, BP മെഷീൻ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നോക്കാനായിട്ട് അറിയാമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു തരാം. അപ്പൊ വലത്തെ കയ്യിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മളിവിടെ ഒരു സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും നമുക്ക് കിട്ടും. സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ മോളിലുള്ള വാല്യൂ ആണ് സിസ്റ്റോളിക് പ്രഷർ, താഴെയുള്ള വാല്യൂ ആണ് ഡയസ്റ്റോളിക് പ്രഷർ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ടെസ്റ്റിനായിട്ട് നമുക്ക് സിസ്റ്റോളിക് പ്രഷർ, അത് മുകളിലത്തെ പ്രഷർ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വലത്തെ കയ്യിലത്തെ റൈറ്റ് ഹാൻഡ് എന്ന് എഴുതിയിട്ട് സിസ്റ്റോളിക് പ്രഷർ മെൻഷൻ ചെയ്യുക. പിന്നെ നമ്മുടെ ഇടത്തെ കയ്യിൽ നമ്മൾ BP നോക്കുക. ഇടത്തെ കയ്യിൽ നോക്കുന്ന സമയത്ത് എഗെയിൻ നമ്മുടെ അതിൽ വന്ന BPയിലത്തെ സിസ്റ്റോളിക് പ്രഷർ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൽ കമ്പയർ ചെയ്യുക, ഏത് കയ്യിലാണ് കൂടുതൽ സിസ്റ്റോളിക് വാല്യൂ വന്നതെന്ന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോ ഒരു കയ്യിൽ 128 വന്നു, ഒരു കയ്യിൽ നിങ്ങൾക്ക് 120 വന്നു. അപ്പൊ നിങ്ങൾ ഈ 128ന്റെ വാല്യൂ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക, കൂടുതലായിട്ട് വന്നതിന്റെ. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ രണ്ട് കയ്യിലും ചെയ്തു ശേഷം നമ്മൾ രണ്ട് കാലിലും ചെയ്യാനായിട്ട് നോക്കണം. രണ്ട് കാലെന്ന് പറയുമ്പോൾ കാലിന്റെ ആങ്കിൾ റീജിയൻ, കണ്ണിയുടെ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ കാഫ് ചുറ്റിയതിനു ശേഷം അവിടെ BP ചെക്ക് ചെയ്യാം. എന്നിട്ട് സെയിം ഇതേപോലെ തന്നെ റൈറ്റ് ആംഗിളിൽ വന്ന BPയുടെ പ്രഷറിൽ സിസ്റ്റോളിക് വാല്യൂ, ലെഫ്റ്റ് ആംഗിളിൽ അതായത് നമ്മുടെ ഇടത്തെ കാലിന്റെ കണ്ണിയുടെ ഭാഗത്ത് വന്നിട്ടുള്ള സിസ്റ്റോളിക് വാല്യൂ എഴുതി നോക്കുക. സെയിം നമ്മൾ കയ്യിൽ ചെയ്തതുപോലെ തന്നെ ഏതിലാണ് കൂടുതൽ വാല്യൂ വന്നതെന്ന് നോക്കുക. ചിലപ്പോൾ നമുക്ക് സെയിം വാല്യൂ തന്നെയായിരിക്കും വരിക. അപ്പൊ നമ്മൾ സെയിം നമ്പർ തന്നെ എഴുതാനായിട്ടും കൂടി നോക്കുക. എന്നിട്ട് കൂടുതലായിട്ടുള്ള വന്നിട്ടുള്ള സിസ്റ്റോളിക് പ്രഷർ കൈയിന്റെയും അതുപോലെ തന്നെ കാലിന്റെയും ഈ രണ്ട് വാല്യൂ നമ്മൾ എടുത്തതിന് ശേഷം അത് ഹരിക്കുക. രണ്ട് വാല്യൂ നമ്മൾ ഹരിച്ചു കിട്ടുമ്പോൾ ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, ഈ ഒരു നമ്പറാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ടും ഈ ഒരു ടെസ്റ്റിനായിട്ട് എടുക്കുന്നത്. ഈ ഒരു വാല്യൂ 1 മുതൽ 1.4 ഇതിനുള്ളിലാണ് വരുന്നതെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഹാർട്ടിന്റെ ഫംഗ്ഷനും ഹാർട്ടൊക്കെ നോർമൽ ആയിട്ട് ഇരിക്കുന്നു എന്നാണ് അതിനർത്ഥം.
പക്ഷേ ഈ ഒരു വാല്യൂ 1.4 കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകൾ ഉണ്ടല്ലോ, രക്തധമനികളൊക്കെ കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കുന്നു. കൂടുതൽ നോക്കുകയാണെങ്കിൽ ഈ പ്രമേഹമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരാനായിട്ട് പറ്റുക. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമ്മളൊന്ന് കുറച്ചൊന്ന് കരുതേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഇനി ഈ ഒരു വാല്യൂ ഒന്നിനേക്കാൾ താഴെ, അതായത് 0.9 താഴെയാണെങ്കിൽ നമ്മുടെ രക്തത്തിന്റെ കുഴലുകളിൽ കുറച്ചൊന്ന് വേസ്റ്റ് അടിഞ്ഞു കൂടുന്നുണ്ട് എന്നാണ് നമുക്ക് കുറച്ചൊന്ന് ഒരു സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ കുറച്ചും കൂടി ഡേഞ്ചർ ആയിട്ടുള്ളത് 0.5 0.5 താഴെയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു ഡേഞ്ചർ ആണ്. അതായത് പെരിഫറൽ ആർട്ടറി ഡിസീസ് പോലെയുള്ള കണ്ടീഷൻസിന് സാധ്യത ഉണ്ടെന്നാണ് അത് പറയുന്നത്. പക്ഷേ ഒരിക്കലും ഈ ഒരു വാല്യൂ കേട്ടിട്ട് നിങ്ങൾ പേടിക്കരുത് കേട്ടോ. വീഡിയോ ഇവിടെ വെച്ച് തന്നെ ഓടിപ്പോയിട്ട് നാളെ ഡോക്ടറെ പോയിട്ട് കണ്ട് പേടിച്ചൊന്നും പറയരുത്. ഞാൻ വീഡിയോയുടെ അവസാനം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവസാനം ഞാൻ കുറച്ച് ലക്ഷണങ്ങളും കൂടി പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൂടി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുക. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ വീഡിയോ മുഴുവനും കാണാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ടുണ്ടല്ലോ നിങ്ങൾ ഈ പറയുന്ന 7 കാര്യങ്ങൾ സ്ട്രോങ് ആക്കി വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് നടത്തം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നിങ്ങൾ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദിവസത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ പോലും ദിവസത്തിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എക്സസൈസ്, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ശരീരത്തിൽ അടിഞ്ഞിട്ടുള്ള കൊഴുപ്പിനെ കളയാനായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനായിട്ട് 8 മണിക്കൂർ ഉറക്കം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ കുറെ ആൾക്കാരുണ്ടാവും വർക്കിന്റെ സ്ട്രെസ്സിൽ ഉറക്കം പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടാകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണല്ലോ, യോഗനിദ്ര. ഈ യോഗനിദ്ര നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഈവൻ യൂട്യൂബിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് എങ്ങനെ ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ബോഡിനെ ഫുള്ള് റിക്കവറി ചെയ്യാനും റിലാക്സ് ചെയ്യാനായിട്ടുള്ള വളരെ നല്ലൊരു കാര്യമാണ് യോഗനിദ്ര. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. മൂന്നാമത്തെ ഒരു കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ സ്ട്രെസ് ലെവലിനെ എത്രത്തോളം നമ്മൾ കൺട്രോൾ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് വളരെയധികം നല്ലതായിരിക്കും. ഇതിന് നിങ്ങൾ പ്രാണായാമം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അനുലോം വിലോം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ശരീരത്തിലത്തെ ഇൻഫ്ലമേഷനെ നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നാലാമത്തെ ഒരു കാര്യമാണ് ഷുഗർ നന്നായിട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. കാരണം ഷുഗർ എന്ന് പറയുന്നത് പ്ലാക്കിന്റെ വലിയൊരു വില്ലനാണ്. ഷുഗർ എത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നല്ലതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം ഓയില്, റിഫൈൻഡ് ആയിട്ടുള്ള ഈ ഓയിൽ പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അതൊന്നും നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. മാക്സിമം 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ, അത് നിങ്ങൾ ഗുഡ് ക്വാളിറ്റിയുള്ള ഓയിൽ യൂസ് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ആറാമത്തെയാണ് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ഈ പാക്കറ്റിൽ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ കൂടുതലായിട്ടും ഈ സോഡിയത്തിന്റെ കണ്ടന്റൊക്കെ വളരെ കൂടുതലായിരിക്കും. നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് അത്രയും നല്ലതൊന്നുമല്ല. അപ്പൊ അത് നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. എട്ടാമത്തെ ഒരു കാര്യം, ഭക്ഷണത്തിൽ നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് പോലെയുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്താനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തന്നെ ഉള്ളിലത്തെ കാര്യങ്ങളെ, ടോക്സിൻസിനെ നമുക്ക് പരമാവധി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. കുറച്ച് ഫുഡിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനാണെങ്കിൽ, നിങ്ങൾ ദിവസവും ഉണ്ടല്ലോ രാവിലെ വെറും വയറ്റിൽ എഴുന്നേറ്റ സമയത്ത് ഈ വാൾനട്ട് ഉണ്ടല്ലോ, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഈ വാൾനട്ട് 1 2 രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ നിങ്ങൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒക്കെ നമ്മുടെ ഹൃദയത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. ദിവസവും നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ വാൾനട്ട് കുതിർത്തത് 1 2 കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുളപ്പിച്ചിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ. അതായത് ഇതിലത്തെ ഈ എൻസൈംസ് ഉണ്ടല്ലോ, നമ്മുടെ ഹാർട്ടിന്റെ ഇലാസ്റ്റിസിറ്റിനെ നന്നായിട്ട് കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കും. ഹാർട്ടിന്റെ ഫംഗ്ഷനും വളരെ ബെറ്റർ ആണ്. ഈ രാത്രി കുതിർത്ത് വെച്ചിട്ടുള്ള കടലയും അതുപോലെ തന്നെ മുളപ്പിച്ചിട്ടുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ പച്ചയ്ക്ക് കഴിക്കണം എന്ന് ഞാൻ പറയില്ല. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടോ വേവിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു സാലഡ് രൂപത്തിലൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. മൂന്നാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വെളുത്തുള്ളിയും കുറച്ച് കൂടുതലായിട്ട്, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ 1 2 അല്ലി നമ്മൾ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ചേർത്തൊക്കെ കഴിക്കാനായിട്ട് നോക്കുക. ഇത് നമ്മുടെ രക്തത്തിന്റെ കട്ടീനെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. നാലാമത്തെ ഒരു കാര്യമാണ് മഞ്ഞൾപ്പൊടി. എഗെയിൻ ഈ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഒക്കെ ബ്ലഡ് തിന്നർ ഒക്കെ എടുക്കുന്ന മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ അധികം എടുക്കണ്ട. കാരണം ഇത് ബ്ലഡിനെ കുറച്ചുകൂടി ഒന്ന് തിന്നാക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ നോക്കി കണ്ടിട്ട് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. വെളുത്തുള്ളി നമ്മുടെ ഭക്ഷണത്തിന് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് നല്ലതാണ്. അല്ലെങ്കിൽ കുറച്ച് രാവിലെ കുറച്ച് വെള്ളത്തിൽ 1 2 ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ ഒരു വെള്ളം വേണമെങ്കിൽ നമുക്ക് കുടിക്കാം. അപ്പൊ വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഭക്ഷണത്തിൽ കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മെയിൻ ആയിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ദേഷ്യം വരുന്ന ആളുകളാണ്, എപ്പോഴും നിങ്ങൾ സ്ട്രെസ്സിൽ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ കുറയ്ക്കാനായിട്ട് നോക്കാട്ടോ. കാരണം ഈ ഹാർട്ട് അറ്റാക്കിന്റെ മെയിൻ ആയിട്ട് ഒരു വില്ലൻ ഇതും നമുക്ക് പറയാനായിട്ട് പറ്റും, സ്ട്രെസ് ഫാക്ടർ.
അപ്പൊ അത് നിങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കുക. അതിനായിട്ട് പ്രാണായാമം, അനുലോം വിലോം പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഒരു 5 വർഷം മുന്നേ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരും എന്ന് നമുക്ക് കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാതിരിക്കാനായിട്ട് കൂടി നോക്കുക. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് ശ്വാസം മുട്ടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുക. അല്ലെങ്കിൽ എന്തോ ശ്വാസം നമ്മുടെ ഈ ഒരു നെഞ്ചിന്റെ ഭാഗത്ത് ബ്ലോക്ക് ആയിട്ട് നിൽക്കുക. സ്റ്റെപ്സ് കയറുന്ന സമയത്ത് നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് പറ്റാത്തതുപോലെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരികയാണ്. അല്ലെങ്കിൽ നമ്മൾ നിവർന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് ശ്വാസം ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ട് വേർത്ത് വരികയാണെങ്കിൽ അതും ഒരു ലക്ഷണം തന്നെയാണ്. നാലാമതായിട്ട് നോക്കുകയാണെങ്കിൽ, ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എപ്പോഴും നല്ലൊരു ക്ഷീണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിന്റെയും കാലിന്റെയും ഭാഗത്തൊക്കെ നല്ലൊരു സ്റ്റിഫ്നെസ് പോലെ, ഒരു ഹെവിനെസ് പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. കാരണം നമ്മുടെ ശരീരം മുന്നേ നമുക്കൊരു ലക്ഷണങ്ങൾ കാണിച്ചു തരികയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾ പലതരം വൈറ്റമിൻസും മൾട്ടിവിറ്റമിനും ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ, എഗെയിൻ നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് കൂടി നോക്കുക. നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടും. എഗെയിൻ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയക്ക് ഈ ഒരു ടെസ്റ്റ് നമുക്ക് പറ്റില്ല. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ബാക്കിയും കുറെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് എത്രത്തോളം ഹെൽത്തി ആണെന്ന് അറിയാനായിട്ട് ഈ ഒരു ടെസ്റ്റ് എന്തായാലും നമുക്ക് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അഗെയിൻ നിങ്ങൾ പേടിക്കരുത്. നമുക്കിപ്പോൾ കുറെ അധികം ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ചെയ്യാനായിട്ട്. ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ടും കൂടി നോക്കുക. അഗെയിൻ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോസ് മാത്രമാണ്, ആരും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും അല്ല കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.